സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ ഈ അടുത്ത് കുറെ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലഷിന്റെയും അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കിന്റെയും ഒക്കെ ആയിട്ട്. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്സിൽ നമുക്ക് ലിങ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ടാഗ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ടാഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുമ്പോൾ ആ ടാഗ് അങ്ങ് യൂട്യൂബ് എടുത്തു കളയും. അതാണ് പ്രശ്നം. ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് ഇങ്ങനെ ഭയങ്കര പോപ്പുലർ ആകുമ്പോൾ എവിടെയും കിട്ടാണ്ടിയാവും, നമുക്ക് ടാഗ് ചെയ്യാനേ പറ്റില്ല, ഒരു വെബ്സൈറ്റിലും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ പ്രോഡക്ട്സും കുറച്ച് പുതിയ പ്രോഡക്ട്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, ഇപ്പൊ ലിപ്സ്റ്റിക് നോക്കുകയാണെങ്കിൽ 100 രൂപ മുതൽക്കുള്ള ലിപ്സ്റ്റിക് ഉണ്ട്, അടിപൊളി ബ്ലഷ് ഉണ്ട്, ലിപ് ബാം ഉണ്ട്, അങ്ങനെ കുറച്ച് പുതിയ അടിപൊളി പ്രോഡക്ട്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലഷ് ആണ് കേട്ടോ. ഇത് രണ്ടും കൂടി കാണുമ്പോൾ സെയിം ബ്ലഷിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആയിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അല്ല കേട്ടോ, ഇത് രണ്ടും രണ്ട് ബ്രാൻഡിന്റെയാണ്. ഇത് ഷീഗ്ലാമിന്റെ ബ്ലഷ് ആണ് കേട്ടോ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ബ്ലഷ് ആണ്, ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബ്ലഷിന്റെ ആ ഒരു പാക്കേജിങ്ങിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പാക്കേജിങ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു സ്പഞ്ച് ആയിട്ട് വരുന്ന കാരണം നമുക്ക് അപ്ലൈ ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ പിന്നീട് വളരെ എളുപ്പമായിട്ടുണ്ട്. എക്സാക്ട് ഡ്യൂപ്പായിട്ട്, അതായത് പാക്കേജിംഗിലെ എക്സാക്ട് ഡ്യൂപ്പ് ആയിട്ടാണ് ഇൻസൈറ്റ് ഇറക്കിയിരിക്കുന്നത്. ഷീഗ്ലാമിന്റെ 500 രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടിറ വെബ്സൈറ്റിലാണ് നമുക്ക് കിട്ടുക. ടിറ ആപ്പ് ഉണ്ടല്ലോ, അതിലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇൻസൈറ്റിന് നമുക്കറിയാം ഒരുവിധം ആപ്സിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആജിയോയിലുണ്ടായിരുന്നു. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ആജിയോയിലുണ്ടായിരുന്നു. ഞാൻ കിട്ടുന്ന വെബ്സൈറ്റ് നോക്കിയിട്ട് അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇതിന് വന്നിട്ട് 250 രൂപ, ലിറ്ററലി ഇതിന്റെ പകുതി വിലയാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീഗ്ലാമിന്റെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്രീമി ടെക്സ്ചർ ആണ്, ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്, നല്ല പിഗ്മെന്റഡ് ആണ്. എന്നാൽ നമുക്ക് എപ്പോഴും എനിക്ക് മാർസ് ഇൻസൈറ്റ് തെറ്റിപ്പോവും. ഇൻസൈറ്റിനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടിന്റ് പോലെയാണ്. നമ്മൾ ഈ ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് മേടിക്കില്ലേ, വെള്ളം പോലെ ഉണ്ടാവില്ലേ, അതുപോലെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പിഗ്മെന്റേഷൻ വളരെ കുറവാണ്. പക്ഷെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ പ്രോഡക്റ്റ് ഇട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് ഉണ്ടാവട്ടെ. ഞാൻ രണ്ട് ഷെയ്ഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് കൂടുതൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ, എനിക്ക് ക്രീമി ബ്ലഷ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രോഡക്റ്റ് ഇടുന്നോ അത്രയും പിഗ്മെന്റേഷൻ കാണാൻ പറ്റും. പിന്നെ എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നന്നായിട്ടിടും ബ്ലഷ്. അത്ര ഇഷ്ടമില്ലാത്തവരാണ് കൂടുതലുള്ളവർ. അങ്ങനെയുള്ളവർക്ക് ഇത് മതി കേട്ടോ. ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പിഗ്മെന്റേഷൻ ലെവൽ കിട്ടും. ഇതൊരു ടിന്റ് പോലെയാണ്, കുറച്ചുകൂടി ഒരു നാച്ചുറൽ ലുക്ക് ആയിട്ടാണ് ഉള്ളത്. എനിക്ക് സിമിലർ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഡിറ്റോ സെയിം ടു സെയിം ആണ്. ഇതിന്റെ ഷെയ്ഡ് വ്യത്യാസം ഉള്ള കാരണമാണ് ഈ കളറിൽ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്. ഞാൻ സെയിം ഷെയ്ഡ് എടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം പാക്കേജിങ്ങിലായിട്ട് വന്നിരുന്നേനെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് ഏതാണോ ആവശ്യം അത് നമുക്ക് നോക്കി മേടിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് മാർസിന്റെ വെൽവെറ്റ് ലിപ് ടിന്റ് ആണ് കേട്ടോ. ഇങ്ങനൊരു ടിന്റ് ആണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അത്ര നല്ല ടിന്റാണ്. ഞാൻ കുറെ അധികം ടിന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഈ ടിന്റിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഇപ്പൊ എനിക്ക് നോക്കുകയാണെങ്കിൽ എന്റെ മുകളിലത്തെ ചുണ്ട് നല്ല കറുത്തിട്ടാണ്, താഴത്തെ ചുണ്ടാണെങ്കിൽ ചെറിയൊരു പിങ്കിഷ്, നല്ല ഔട്ട്ലൈൻ വരുന്നത് കറുപ്പ് തന്നെയാണ്. ടിന്റൊക്കെ ഇടുമ്പോൾ മുകളിലത്തെ ലുക്ക് നോക്കുകയാണെങ്കിൽ, മുകളിലത്തെ ചുണ്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഉള്ളിലൊരു ഗ്രെയ്നെസ് ഉണ്ടാവും. കറുപ്പിന്റെ മീതിടണേന്റെ ആ ഒരു ലുക്ക് ഉണ്ടാവില്ല, അങ്ങനെയായിട്ടാവും ഉണ്ടാവുക. പക്ഷെ താഴത്തെ നോക്കുകയാണെങ്കിൽ പിങ്ക് കളർ ആയത് കാരണം ഉള്ളിൽ ആ ഒരു ടിന്റിന്റെ കളർ എടുത്തറിയുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടിന്റ് അത്ര വർക്ക് ആവാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുവിധം നല്ല ബ്രാൻഡ്സിന്റെ ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ടിൻസ് അത്ര വർക്ക് ആവാറില്ല. പക്ഷെ ഈ ടിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ടിന്റാണ്. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് ആ ഒരു പിഗ്മെന്റഡ് ഏരിയ നന്നായിട്ട് കവർ ചെയ്യുകയും ചെയ്യും. എന്നാൽ ടിന്റിന്റെ പോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ നമുക്കിങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട പോലത്തെ ഒരു ഫീലേ ഉണ്ടാവില്ല, വളരെ കംഫർട്ടബിൾ ആണ്. 250 രൂപയാണ് കേട്ടോ ഉള്ളത്. പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. എനിക്കൊരു പിങ്ക് ഷെയ്ഡ് 05 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ ദോ വല്ലാത്തൊരു പിങ്ക് ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുമെങ്കിലും ഇട്ട് കഴിയുമ്പോൾ അങ്ങനെയല്ല, നല്ല നാച്ചുറൽ പിങ്ക് ആണ്. പിന്നെ വന്നിട്ട് 03 ഷെയ്ഡ് ഉണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എല്ലാ ഷെയ്ഡ്സിനെയും കാണിക്കാം കേട്ടോ. അപ്പൊ നോക്കിയിട്ട് ഏതാ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ചാൽ മതി. എൻ്റെ 6 ഷെയ്ഡും ഉണ്ട്, നല്ല അടിപൊളിയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. പിന്നെ എനിക്കൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിന്റെ മീതെ ഈ ടിന്റ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ ഒരു പിരിപിരാന്ന് വരും. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യണ്ട കേട്ടോ. എസ്പെഷ്യലി ചില ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇല്ലേ, അതിന്റെ മീതെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ടിന്റ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ആവില്ല. പകരം ടിന്റ് ഇട്ടിട്ട് വേണമെങ്കിൽ ലിപ്സ്റ്റിക് ഇടാം.
അപ്പോൾ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 2 കളർ തമ്മിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടിൻറ്റ് തമ്മിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ലിക്വിഡ് ലിപ്സ്റ്റിക്കും ടിൻറ്റും കൂടി മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഈ ഒരു ടിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിരിവിരാന്ന് ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റിങ്ങിന്റെ കാര്യം അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. സാധാരണ ഒരു ടിൻറ്റ് ലാസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറേ കൂടുതൽ നേരം ഈ ലിപ് ടിൻറ്റ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്, വളരെ കംഫർട്ടബിൾ ആണ്, നല്ല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്, നല്ല ബ്രൗൺസ് ഉണ്ട്, പിങ്ക്സ് ഉണ്ട്, റെഡ് ഇല്ല കേട്ടോ. അത് നന്നായി. എപ്പോഴും എല്ലാത്തിലും റെഡ് ഉണ്ടാവും, അത് ഇതിലില്ല. പക്ഷെ നല്ല രസമായിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാൾസിന്റെ വെബ്സൈറ്റിലാണ് അവൈലബിൾ ഉള്ളത് ഇപ്പോൾ 250 രൂപയ്ക്ക്. അതിന്ന് മേടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നൈക്കയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഏതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ടാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി വന്നിട്ട് നമുക്ക് 100 രൂപയുടെ ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഇൻസൈറ്റിന്റെ നമ്പർ 11 ആണ്. കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. പേര് പറയണ പോലെ തന്നെ കോഫി, അതായത് ഒരു ബ്രൗൺ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ വന്നിട്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർടോൺ ആണെങ്കിലും എല്ലാവർക്കും സൂട്ട് ആവുന്ന തരത്തിലാണ് ഉള്ളത്. എല്ലാ സ്കിൻ ടോണും സൂട്ട് ആവുന്ന തരത്തിലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഉണ്ടല്ലോ ഈ ഷെയ്ഡ് നമുക്ക് മേക്കപ്പ് ഉള്ള മുഖത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരേപോലെ ചേരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ചില ഷെയ്ഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ടാൽ മാത്രമേ ആ ഷെയ്ഡ് നല്ല രസമായിട്ട് വരുള്ളൂ ഫേസിലേക്ക്. പക്ഷെ ഇതങ്ങനെയല്ല. ഈ കോഫി കമാൻഡ് നമുക്ക് മേക്കപ്പ് ഇട്ടും ഇടാതെയും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ സൂട്ട് ആവും കേട്ടോ. നല്ല സ്മൂത്ത് ടെക്സ്ചറാണ്, കംഫർട്ടബിൾ ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ് കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ നേരത്തെ കാണിച്ച മാൾസിന്റെ ലിപ് ടിന്റ് ഉണ്ടല്ലോ, അതും ട്രാൻസ്ഫർ പ്രൂഫ് തന്നെയാണ്. അടിപൊളി ലിപ്സ്റ്റിക് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 100 രൂപയ്ക്ക് ഇത് അടിപൊളി, എന്തായാലും മേടിച്ചോളൂ. അതേപോലെ തന്നെയുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സിൽ കാണിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. കുറേ പേര് മേടിച്ചു കേട്ടോ. ഇത് വന്നിട്ട് നമ്പർ 16 ആണ്. ഷുഗർ പ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇത് വന്നിട്ട് ഒരു റെഡും അതേപോലെ തന്നെ ബ്രൗണും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാ, നല്ല രസം ഉണ്ടാവും കേട്ടോ. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടിടുമ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. മേക്കപ്പ് ഇടാണ്ട് ഇടുമ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് പോലെ ഇടുകയാണെങ്കിലും നല്ല രസമായിട്ടുണ്ടാവും. എല്ലാ സ്കിൻ ടോണിനും ചേരും. നല്ല സ്മൂത്ത് ആണ് അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല ലോങ് ലാസ്റ്റിക് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇൻസൈറ്റ് അടിപൊളിയാണ്, ഒന്നും പറയാലോ. പിന്നെ വന്നിട്ട് ഈ ലിപ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ്. ഇതൊരു 100ന്റെ അറൗണ്ട് ആയിട്ടാണ് വരുന്നത്. ഞാൻ ഇതിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചൊക്കെ മേടിച്ചതാണ്. പക്ഷെ എനിക്കിട്ടിട്ടെന്തോ അധികം ചേരാത്ത പോലെ ഫീൽ ചെയ്തു. ഇവരുടെ ലിപ്സ്റ്റിക്കിനൊക്കെ ഉണ്ടല്ലോ ഒരു മിഠായിയുടെ മണമുണ്ട്. അപ്പോൾ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഷെയ്ഡും ആണ് അതേപോലെ തന്നെ ആ ഒരു ടെക്സ്ചറും അതെ ഒരു പിരിപിരാന്നുള്ള ഒരു ടെക്സ്ചറായിട്ടാണ് ഉള്ളത്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ലിപ് ബാം ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ എന്തായാലും ഇവിടെ കാണിക്കാം. എനിക്ക് പക്ഷെ എന്തായാലും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്ക് അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഇപ്പോൾ കോളേജിൽ പോണ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര അഫോർഡബിൾ അല്ലേ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് മാൾസിന്റെ കാജലാണ്. പക്ഷെ ഈ കാജലിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ കാജലല്ല, ഇതൊരു ഗ്ലിറ്റർ കാജലാണ് കേട്ടോ. നല്ല രസമായി എഴുതി കഴിഞ്ഞാൽ കണ്ണിന്റെ മീതെ ആണെങ്കിലും ശരി, കണ്ണിന്റെ താഴെ ആണെങ്കിലും ശരി, നമുക്കൊരു റിസപ്ഷൻ ലുക്ക് ഉണ്ട്, ഒരു നൈറ്റ് ലുക്ക് ഉണ്ട്, ഒരു പാർട്ടി ലുക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനത്തെ ഒരു ഒക്കേഷൻ ഒക്കെ ഇരുന്നെങ്കിൽ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു കാജൽ ലുക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ലൊരു ഗ്ലിറ്റർ ആയിട്ട് ഇപ്പോൾ റിസപ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഒരുങ്ങി പോകണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു രസമായിട്ടുള്ള, നമ്മൾ കാര്യമായിട്ടൊന്ന് ഐ മേക്കപ്പ് ചെയ്ത പോലെയുള്ളൊരു ഫീലും ഉണ്ടാവും. എന്നാൽ നമ്മൾ ഒരു എഫേർട്ട് ഒന്നും എടുക്കാണ്ട് തന്നെ നല്ലൊരു ഗ്ലിറ്ററി ഐ ആയിട്ടുണ്ടാവും കേട്ടോ. അതും ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പിങ്കിൻ്റെ ആ ഒരു അണ്ടർടോൺ വരുന്ന രീതിയിൽ ഗ്ലിറ്റേഴ്സ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ഗ്ലിറ്റർ വരുന്നതുണ്ട്. പിന്നെ ഒരു പിങ്കും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്നതുണ്ട്. അടിപൊളിയായിട്ട് കേട്ടോ. ഇത്ര അഫോർഡബിൾ റേറ്റിൽ ഇങ്ങനത്തെ ഒരു കാജൽ നല്ല സൂപ്പറാണ്. അപ്പം ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ മേടിച്ചു വെച്ചാൽ നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഐ ഷാഡോ പോലെ ഇടാവുന്നതാണ് ഒരു ഗ്ലിറ്റർ ലുക്കിന് വേണ്ടിയിട്ട്. സൂപ്പറാണ് കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. വെറും ഒരു ലിപ് ഗ്ലോസ് മാത്രമല്ല, ഇതൊരു കളർ ചേഞ്ചിങ് ലിപ് ഗ്ലോസ് ആണ്. ഇത് വളരെ കാണുമ്പോൾ സാധാരണ ക്ലിയർ ലിക്വിഡ് ലിപ് ഗ്ലോസ് ഉണ്ടല്ലോ അതുപോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കളറ് മാറും. ഭയങ്കര ഗ്ലോസി ലുക്കാണ്. അപ്പം നമുക്ക് ലിപ്സ്റ്റിക്സിന്റെ മീതെ ഇപ്പം ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ലിപ്സ്റ്റിക്സിന്റെ മീതെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാവുന്നതാണ്. ഇതേ കണ്ടോ, നല്ല രസമായിട്ടുള്ളൊരു
ഗ്ലോസി ലുക്കാണ്. എന്തൊരു രസമല്ലേ, ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ എടുത്തിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. പല്ലുള്ളതൊക്കെ തുടച്ച് കളയണേ. അങ്ങനെ നല്ല രസമായിട്ടുള്ളതാണ്. അതല്ലാണ്ട് ഇത് തനിയെ തന്നെ ഇട്ടാലും ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതും നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണത് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ മീതെ ഇടുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പാക്കേജിങ് ആണെങ്കിലും അതെ, ഒരു ബ്യൂട്ടിഫുൾ ലുക്കായിട്ടുണ്ട്. അതും ഇതിൻ്റെ ആ ഒരു ലിപ്പ് ആപ്ലിക്കേറ്റർ ഉണ്ടല്ലോ, അതും നല്ല അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം വലുതാണ്, നന്നായിട്ട് നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല ഒരു ഫിനിഷാണ് കേട്ടോ. അപ്പം നല്ല ലിപ് ഗ്ലോസ് നോക്കുന്നുണ്ടെങ്കിൽ, ലിപ്പ് ഓയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. മാഴ്സിൻ്റെ ഇതൊരു 200, 250 ആ ഒരു റേറ്റിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം മാഴ്സ് നോക്കുകയാണെങ്കിൽ, ഇൻസൈറ്റ് നോക്കുകയാണെങ്കിൽ, സ്വിസ് ബ്യൂട്ടി ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടുതലും റേറ്റ് വരിക ഒരു 250 ആ ഒരു റൗണ്ടാണ് വരിക. പല ലിപ്സ്റ്റിക്സും അറൗണ്ട് ഒരു 100 രൂപയ്ക്കും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇപ്പം കാണിച്ചിട്ടുള്ള എല്ലാം അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലുള്ള എല്ലാം അടിപൊളി പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇൻസൈറ്റിൻ്റെ ഈ കോഫി കമാൻഡ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ്. ഇത് എന്തായാലും മേടിച്ചോളൂ കേട്ടോ. ഇനി എനിക്ക് കാണിക്കാനുള്ളത് ലിനേജിൻ്റെ ലിപ് മാസ്ക് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോഴും ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിന് വേറെ വേരിയൻസ് ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ലിപ് മാസ്ക് കാണിച്ചു തരാം. ഒന്ന് ലിനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. അപ്പം ഇത് വാനില ഫ്ലേവറിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കളറും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല തിക്കായിട്ടുള്ള ഫോമുലയാണ് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് വിരലുകൊണ്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂളി പോലത്തെ ഒരു സാധനം കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് രാത്രിയൊക്കെ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പ്ലും നല്ല ലിപ്സ് ഉണ്ടാവും കേട്ടോ. ഭയങ്കര നല്ല മണമാണ്. ലിനേജ് നല്ല ബ്രാൻഡും ആണ്. ലിപ്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തിരി വില കൊടുത്താലും ഞാൻ പറയുന്നത് മേടിച്ചോളൂ. പിന്നെ അതേപോലെ തന്നെ ലിനേജിന്റെ ബെറിയുടെ മാസ്ക് ഉണ്ട്. ഇതാണെങ്കിലും അതെ, പ്രത്യേകിച്ച് കളറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് ലിപ്സിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലേക്കൊക്കെ ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് റെഗുലർ ആയിട്ട് പകലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു ബാം പോലെ വേണമെങ്കിൽ ഇതാ ഗ്ലോയി ബാം എന്ന് പറഞ്ഞിട്ട് ലിനേജിന്റെ ഒരു ലിപ് ബാം ആണ്. ഇതും വാനില ഷെയ്ഡിൽ തന്നെ ഉള്ളതാണ്. നമ്മളിങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും നമുക്കിതാ ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളി ലിപ് ബാമാണ്. നമുക്ക് റെഗുലർ യൂസിന് ഇത് പൊളിയാണ്. ഇത് കുറച്ച് വിലയുണ്ട്, അതാണ് ലിനേജിൻ്റെ ഒരു 750 ആണ്. ഇത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നല്ലതാണ്, പക്ഷെ നമുക്ക് നോർമൽ ലിപ് ബാം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ ഉണ്ട്. ഏറ്റവും വില കുറവിൻ്റെ നോക്കുകയാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഇത് 600 രൂപയുടെയാണ്. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും, കുറേ നാൾ യൂസ് ചെയ്യാനുള്ളതുണ്ട്. ഇത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ആ ഒരു റേറ്റ് വെച്ച് നോക്കിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്. അപ്പം ഞാൻ എന്തായാലും ഒന്നില്ലെങ്കിൽ ലിങ്ക്സ് ആയിട്ട് അല്ലെങ്കിൽ ഇത് ഇവിടെ പ്രോഡക്റ്റ് ടാഗ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാം. ഏതെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യണമെങ്കിൽ എന്തായാലും പറഞ്ഞോളൂ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം. അതേപോലെ തന്നെ വ്ളോഗ്സിൻ്റെ ആണെങ്കിൽ വ്ളോഗ് ചാനലിൽ എനിക്കറിയാലോ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് പറയണേന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളായല്ലോ ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയുന്നില്ല. എപ്പോഴും ഷോർട്സ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ അതിങ്ങനെ നാച്ചുറലി തന്നെ തനിയെ തന്നെ ചെയ്യും. പക്ഷെ ലോങ് വീഡിയോ കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് മനസ്സിലാവണില്ല. അപ്പം അത്രയുള്ളൂടാ. ലവ് യു സോ മച്ച്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.